നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ ഇന്ന് വമ്പൻ മത്സരങ്ങളുടെ ദിനമാണ്. അൽ ഹിലാലും അൽ ഇത്തിഹാദും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ബെൻസിമ പോയതോടെ അൽ ഇത്തിഹാദ് 7ാം സ്ഥാനത്ത് നിൽപ്പാണ്. അൽ ഹിലാൽ 21 കളി 53 പോയിന്റ്. തങ്ങളുടെ സൂപ്പർ താരത്തെ തട്ടിയെടുത്ത അൽ ഹിലാലിന് പണി കൊടുക്കാൻ അൽ ഇത്തിഹാദിനായാൽ അതിൻ്റെ ഫലം ആസ്വദിക്കാൻ പോകുന്നത് അൽ നസറായിരിക്കും. അൽ നസറും അതേ സമയത്ത് രാത്രി 12:30 കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ അൽ ഹെസമാണ്. നിലവിലെ സൗദി പ്രോ ലീഗിൽ 21 കളി 53 പോയിന്റുമായിട്ട് അൽ ഹിലാൽ ഒന്നാമത്, 22 കളി 53 പോയിന്റുമായിട്ട് അൽ അഹ്ലി രണ്ടാമത്, 21 കളി 52 പോയിന്റുമായിട്ട് അൽ നസർ മൂന്നാമത്. എന്തും സംഭവിക്കാം എന്നർത്ഥം. അൽ ഹെസമിനെതിരെ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഇമ്പോർട്ടൻ്റ് ഗെയിമാണ് അൽ നസറിന്, ഒരു സംശയവും വേണ്ട. എന്തും സംഭവിക്കാം, സർപ്രൈസിങ് ആയിട്ടുള്ള എന്തും സംഭവിക്കാവുന്ന ഒരു മത്സരമാണ്. ഒരു തരത്തിലുമുള്ള എററിന് ഇവിടെ ഇടമില്ല. നോ റൂം ഫോർ എറേഴ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് എന്ന് കൃത്യമായിട്ട് ഓർഗെ ഹീസസിന് അറിയാം. അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകുമോ? ഉണ്ടാവും. കഴിഞ്ഞ അർക്കാദായകനെതിരെയുള്ള കളി കളിക്കാത്തത് നോക്കണ്ട. സമരമൊക്കെ നേരത്തെ നിർത്തി അദ്ദേഹം കളി പുനരാരംഭിച്ചിട്ടുള്ളതാണല്ലോ. സൗദി പ്രോ ലീഗിൽ കിരീടം അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നുമാണ്. അപ്പോൾ ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാൻ ഇറങ്ങും. അൽ നസറിൻ്റെ 11 എങ്ങനെയായിരിക്കുമെന്ന് സൗദി അറേബ്യൻ സോഴ്സുകൾ ചില സൂചനകൾ നൽകുന്നുണ്ട്. നമ്മളത് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ സിമാക്കനും അലംബ്രയും, സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഇരുപാർശ്വങ്ങളിലായിട്ട് ബൗഷലും സുൽത്താനും, മധ്യനിരയിൽ ഏഞ്ചലോ, ബ്രസോവിച്ച്, ഒപ്പം മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ജാവോ ഫെലിക്സ്, മുന്നേറ്റത്തിൻ്റെ ഇരുപാർശ്വങ്ങളിലായിട്ട് സാദിയോ മാനയും കിങ്സ്ലി കോമനും, ഗോളടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ 11 കൊണ്ട് ഇറങ്ങും അൽ നസർ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും CR7 ഇപ്പോൾ മികച്ച പ്രകടനം നടത്തി ഗോൾ വർഷം നടത്തണം എന്ന വലിയ രൂപത്തിലുള്ള ആഗ്രഹമുണ്ട്. നിലവിൽ അദ്ദേഹം അവിടുത്തെ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ താഴേക്ക് പോയിട്ടുണ്ട്. ക്രിസ്ത്യാനോക്ക് 18 ഗോളുകളാണ് ഇപ്പോൾ പ്രോ ലീഗിലുള്ളത്. 1-2 കളിയൊക്കെ ബഹിഷ്കരിച്ച് വന്നപ്പോഴേക്കും മറ്റുള്ളവർ കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൽ ഖാദിസിയയുടെ ഹുലിയൻ കിനോൻസ് 21 ഗോളുകളുമായിട്ട് രണ്ടാമത്, അൽ അഹ്ലിയുടെ ഇവാൻ ടോണി 23 ഗോളുകളുമായിട്ട് ഒന്നാമത്. സോ CR7 ഗോൾഡൻ ബൂട്ട് എന്നുള്ളത് ഇനി ഒരല്പം കടുപ്പമാണ്. പക്ഷേ CR7 ആയതുകൊണ്ട് എന്തും സംഭവിക്കുകയും ചെയ്യാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.